വണ്ടി എത്തില്ലേ? മാഫിയ ലുക്കിലാണല്ലോ വന്നേക്കണ വണ്ടി. പതുക്കെ വന്നാ മതി. ഇത് കിട്ടിയത് നന്നായി. നമുക്കൊരു മാഫിയ ഈ മുണ്ടൊന്നും മാറ്റുന്ന മര്യാദ അത് ഇറക്കി മുട്ട് മുഴുവൻ ഈ തെറ്റുകാരൻ തെങ്ങക്കെത്താൻ പോണ പോലെ. അപ്പൊ ഞാൻ ഇടി മേടിക്കുന്നു. ഞാനും ബ്രേക്കപ്പ് ആയിട്ട് ഇങ്ങനെ ധ്യാനം കൂടാൻ പോയി. രണ്ടുപേരും നന്നാക്കാൻ വിട്ട് അങ്ങനെ ഞങ്ങൾ ധ്യാനത്തിൽ വെച്ച് കണ്ടുമുട്ടി കുറെ വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ അങ്ങനെ പോയി. രണ്ടുപേർക്കും ഒരേ ബുദ്ധി വളർച്ചയില്ലാത്തതുകൊണ്ട് അങ്ങനെ സെറ്റായി പോയി. അതാണ് സത്യസന്ധമായ ഒരു കാര്യം. ഇത്രയും അച്ചടക്കം ഉള്ള ഒരു കുട്ടീനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കൂളിംഗ് ക്ലാസ് ഇല്ലാത്തൊരു പരിപാടി ഞങ്ങൾക്കില്ല. അറിയാത്തോണ്ടാ. പിന്നെ കൂളിംഗ് ക്ലാസ് വെക്കാൻ പാടില്ലേ? ഹലോ, എന്തായി കാര്യങ്ങള്? ഇറങ്ങിയാ? 10 മക്കള് ഞങ്ങൾ ഇറങ്ങാറായി. അതുകൊണ്ട് വിളിച്ചത്. കമ്മലല്ല, ജിമിക്കി ഒരു ജിമിക്കി ഇടാ. ബ്രോ ബാക്കി ഞങ്ങൾ ആക്ച്വലി 8 പേരുള്ള ഒരു വലിയ ഗ്യാങ് ആണ്. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഏറ്റവും എൽഡസ്റ്റ് സിസ്റ്റർ ആണ് ഷല്ലു. ബട്ട് സ്റ്റിൽ ദോ ദി എൽഡസ്റ്റ് ഒരിക്കലും ഞങ്ങൾ ആരും we were not used to calling her ചേച്ചി or anything. It was pretty visible on her engagement days. വരനായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. എട്ടാമത്തെ വർഷം ഓൺഗോയിങ് ആണ്. ഒരുപാട് എന്താ പറയുക വഴക്കുണ്ടായിട്ടുണ്ട്, ഒരുപാട് തല്ലുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുപരി എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം പോലും മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. உன் மொழியின்
வைக்க உன் காதல் போதும் பெண்ணே என இயக்க பெண்ணே மூலிகை சால காளான் எதுவுமே தேவையில்லை உன் நெஞ்சை கொடு പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ആ കാണുന്ന ആ ലുക്കൊക്കെ മാത്രമേ ഉള്ളൂ. ആള് ശുദ്ധനാ. കാണുമ്പോൾ താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു ഭീകരനെ പോലെയൊക്കെ തോന്നുമെങ്കിലും പാവാ. പൊട്ടനാന്ന് അമല് പറയാൻ പറഞ്ഞു. ആളടിപൊളിയാണ്. പുള്ളിക്കാരനെ പോലുള്ള ആൾക്ക് എന്നെ സഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കുറച്ച് എന്താ പറയുക, പുള്ളിക്ക് സഹിക്കാൻ പറ്റുള്ളൂ എന്നെ. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പുള്ളിക്കല്ലാതെ വേറൊരാൾക്ക് എന്നെ സഹിക്കാൻ പറ്റില്ല. സീരിയസ്ലി പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. വേറെ ആളുകളുടെ റാൻഡം വെഡിങ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും we used to feel like why people cry, like why do people tear up? Experience ചെയ്തു, like seeing Shallu as a bride, all got ready and like ആ ഒരു ബ്രൈഡിന്റെ ഒരു പൊസിഷനിൽ ഇരുന്ന ഷല്ലുവിനെ കാണുമ്പോഴത്തേക്കും it was an emotional moment for each and every one of us. കരയരുത് കേട്ടോ അമ്മ. അമ്മ കരയുവാ. പൊട്ടനും പോയി ചട്ടനും പോയി വോട്ട് കിട്ടി അവസ്ഥയുള്ള പോലും. ഇപ്പം ഇന്ന് കല്യാണമായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് അടുത്തടുത്തിരുന്ന് ഇടി ഉണ്ടാക്കാം. വിശ്വസ്തയുടെ സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അടയാളമായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ധരിച്ചു കൊടുക്കുന്നു. Yeah, we're terribly happy for her. Not just her, like we're also happy for Manu. The fact that she's gonna be a wife soon, that's a shocking.